ചില്ലായിട്ട് വന്നിരുന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു ഫാമിലി പടം. അടിപൊളിയാണ്. നമ്മൾ ജെ കണ്ട പോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ്. കോമഡിയാണ്, ഫുള്ള് കോമഡി, ഫുള്ള് എന്റർടൈൻമെന്റ്. അടിപൊളി, സൂപ്പർ. ഓക്കെ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇനിയൊരു കോമഡി എന്റർടൈനർ ആയാലോ. ഫ്രം ദ ഡയറക്ടർ ഓഫ് ജെ ഹേ. ഗുരുവായൂർ അമ്പല നടയിൽ കല്യാണം കൂടാൻ പോയവരോട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നേരെ ഗുരുവായൂർ അമ്പല നടയിൽ റിവ്യൂലേക്ക്. എങ്ങനെ ഉണ്ടായി മൊത്തത്തിൽ? അടിപൊളി പടം, തുടക്കം തൊട്ട് ക്ലൈമാക്സ് വരെ, പടം തീരുന്നിടം വരെ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജും ബേസിലും അഭിനയിച്ച എല്ലാവരും ത്രൂ ഔട്ട് ആ ജെ ഹേ മൂഡ് പോലെയാണോ പടം? അല്ലല്ല, അത് അതുപോലെ ഇത് വേറെ, അതേപോലെ അതിൽ നല്ല വ്യത്യാസമുണ്ട്. നല്ല കോമഡി അല്ല, ഫുൾ എന്റർടൈൻമെന്റ്. എല്ലാവരും ഒന്ന് കാണണം. സൂപ്പർ. എങ്ങനെയാണ്? കോമഡിയാണ്, ഫുള്ള് കോമഡി, ഫുള്ള് എന്റർടൈൻമെന്റ്. മൊത്തത്തിൽ പറയാൻ എങ്ങനെയാണ് നമ്മുടെ ഒരു ട്രെയിലറൊക്കെ? അടിപൊളിയായിരുന്നു. ഫാമിലി കോമഡി എന്റർടൈനർ ആണ്. എന്ന് വെച്ചാൽ ഡബിൾ മീനിങ് ഒന്നും ഇൻക്ലൂഡ് ആക്കാത്ത എല്ലാവർക്കും വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പടമാണ്. നമ്മൾ ജെ കണ്ട പോലെ തന്നെ അത്രയ്ക്ക് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന പടമാണ്. ഫസ്റ്റ് ഹാഫ് തന്നെ നല്ല എൻഗേജിങ് ആയിട്ടാണ് പോയത്. സെക്കൻഡ് ഹാഫ് അതുപോലെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, അത് ഇപ്പോൾ സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ സീരിയസ് ആയിരിക്കും, പക്ഷേ സെക്കൻഡ് ഹാഫ് ത്രൂ ഔട്ട് ഇതേ ഒരു വൈപ്പിൽ തന്നെ കൊണ്ടുപോകാൻ പടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും ബേസിലും കൂടി കോമ്പറ്റീഷനാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജ് ഓൾറെഡി നമ്മൾ കോമഡി റോൾസ് കണ്ടിട്ടുള്ളതാണ്, പക്ഷേ ഇതിനകത്ത് രണ്ടുപേരും കൂടി അടിപൊളി. ബേസിൽ ശരിക്കും തകർത്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും വർക്കൗട്ട് ആവും. എല്ലാവർക്കും വർക്കൗണ്ട്. ഫാമിലി ഇപ്പം ഫസ്റ്റ് ഡേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആൾ കുറവായിരുന്നു, പക്ഷേ ഇനി വരും. ഇനി എന്തായാലും ഇത് ഫുള്ളാവും. ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി പടമാണ്. ഒരു എന്റർടൈനർ പടം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള പടം കൂടി ഇതിനിടെ വരുമ്പോഴത്തേക്കും സൂപ്പർ ആയിരിക്കും. വളരെ ഇഷ്ടപ്പെട്ടു, വർക്കായി. പൃഥ്വിയുടെ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു? പൃഥ്വിരാജ് ബേസിൽ കോംബോ ഒക്കെ സൂപ്പറാണ്. നല്ല രസമാണ്. ഒരു ചില്ലായിട്ട് വന്നിരുന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു ഫാമിലി പടം. അടിപൊളിയാണ്. ഓക്കെ, എല്ലാം വർക്കാവും. ശരി. ആ ഒരു സൂപ്പർ കോമഡി എന്റർടൈനർ ആയിരുന്നു. തുടക്കം തൊട്ട് നല്ല എൻഗേജിങ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരിക്കും എന്ന്. പടം ഓവറോൾ നല്ല ക്ലിക്ക് ആവും എന്തായാലും ഫുള്ള്. പിന്നെ ബേസിൽ പൃഥ്വിരാജ് കോംബോ ആണെങ്കിലും നല്ല നൈസാണ്. ഒരു ഫ്രഷ്നെസ് ഉണ്ടോ? പുതിയ ഉണ്ട്. കോമഡീസും കാര്യങ്ങളൊക്കെ ഒരു പുതിയ ഇതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇന്റർവെൽ തൊട്ട് മുന്നേ ഇച്ചിരി ഡൗൺ ആയി പോയായിരുന്നു, പിന്നെ കയറി. എല്ലാവർക്കും വർക്കാവുന്ന മൂടാണ് കോമഡി. എല്ലാ ടൈപ്പ് പടം ഇറങ്ങണ്ടേ, ഈ ടൈപ്പ് പടം വന്ന് കാണട്ടെ എല്ലാവരും. ഓക്കെ, പൃഥ്വിരാജിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒരു കോമഡി നൈസാ. മാനറസം നമുക്ക് പണ്ടത്തെ പാവാടയിലൊക്കെ പോലത്തെ ഒരു ഐറ്റം ഉണ്ടല്ലോ, ആ ഒരു മാനറസം അത് ജെ ഹേ വൈബാണ് പടം. ആണ്, പക്ഷെ വേറൊരു ഇതാ. എല്ലാവരും വന്ന് കാണട്ടെ, പടം നല്ല കോമഡി, രണ്ടുപേരുടെ കോംബോ എന്നതിലും നല്ല രസമുണ്ട്. എങ്ങനത്തെ കോമഡിയാണ് മെയിൻ ആയിട്ട്? മീൻസ് ഒരു കല്യാണം മുടക്കലിനകത്ത് പിന്നെ പൃഥ്വിരാജും ബേസിലും കൂടെ നല്ല കോംബോ, നല്ല നമ്മൾ കണ്ടോണ്ടിരിക്കുക. നല്ല എല്ലാവർക്കും വർക്കൗട്ട് ആവും. എല്ലാവർക്കും തുടക്കം തൊട്ട് അവസാനം വരെ ഒരേപോലെ തന്നെ കാണാം. കോമഡി വർക്കായില്ല? കോമഡി അല്ല, ഇറിറ്റേഷൻ കൊള്ളൂല. ഓക്കെ, ഒരു എന്റർടൈനർ കോമഡി. ഒരു വലിയ സ്റ്റോറി ഒന്നും ഇല്ല, പക്ഷെ ഒരു പ്രസന്റ് ചെയ്തേക്കുന്ന കൊള്ളാം. ഒരു കോമഡി എന്റർടൈനർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടും. നല്ല സിനിമ. എങ്ങനെയാണ് മൂഡ്? ഫുൾ ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്, ഫൺ എന്റർടൈനിങ് സിനിമയാണ്. അങ്ങനെ ജെ ഹേ മൂഡ് പോലെയാണോ? അല്ലല്ല, ഇത് കുറച്ചുകൂടെ എന്റർടൈനിങ് ആയിട്ട് നല്ല കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കോമഡി പാറ്റേൺ തന്നെ, എങ്കിലും കൊള്ളാം. ഫ്രണ്ട്സ്, അപ്പോൾ ഗുരുവായൂർ അമ്പല നടയിൽ കല്യാണം കണ്ടിറങ്ങിയവരെല്ലാം കിടിലൻ റെസ്പോൺസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നവരും കണ്ടവരും ഒക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇപ്പം ലൈക്ക് ചെയ്ത് അപ്പോൾ അടുത്തൊരു എടുക്കണം. ബൈ.